വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നാൾ കൊണ്ടുവന്ന വെത്തൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞാനും വെത്തൽ മുളക് ഇട്ടു കേട്ടോ. അപ്പോൾ ഇന്നലെ വെത്തൽ വറുക്കണം. അപ്പോൾ അതിൽ കുറച്ച് ചീന പറങ്ങി മുളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വറുത്ത മീനിൻ്റെ കൂടെ പിന്നെന്താ ഇങ്ങനെ മുളക് കടിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല ക്രിസ്പിയായിട്ട് ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ ഇങ്ങനെ നല്ല കുറഞ്ഞ ഓയിലിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ തീരുമാനമായി തുടങ്ങിയത്. അപ്പോൾ പിന്നെ വളരെ കുറച്ചേ ഉള്ളൂ ഇനി. അപ്പോൾ ഇനി കുറച്ച് വെച്ചെടുത്താണ്ടിങ്ങനെ ഉണ്ടാക്കുകയാണ്. നമ്മൾ 1 ലിറ്റർ ചിലപ്പോൾ വാങ്ങും, ചിലപ്പോൾ 1/2 ലിറ്റർ അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കും. വെളിച്ചെണ്ണ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കട്ടെ, കാരണം നല്ല വിലയാണല്ലോ, പിന്നെ അത്ര എളുപ്പമല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാ മീനും ഇതാ ഒരു ഭാഗം ഇങ്ങനെ ഏകദേശം ആയി തുടങ്ങേണ്ടത്. ഇത്രേ കത്തണുള്ളൂ കേട്ടോ, ചെറുതായിട്ട് കത്തണുള്ളൂ. പിന്നെ ഞാൻ ഈ മീൻ വറുത്തത് പിന്നെ എന്താ പറയുക ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടും എന്ന് പറയുന്നത് അങ്ങനത്തെ പോലെയാണ് നമ്മൾ വറുത്തെടുക്കുക. കാരണം എന്താ വെച്ചാൽ ഞാനിതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ സാധാ മീനിൽ വറുക്കുന്ന സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഞാൻ ഇതിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന ആ ഒരു മീനിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ അത്ര ചീത്ത സാധനമൊന്നുമല്ലല്ലോ. അപ്പോൾ നമ്മുടെ മുളകൊക്കെ അങ്ങനെ വെന്ത് സെറ്റാവട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ഇന്നത്തെ കറി ഇതാ വെണ്ടയ്ക്കും തക്കാളിയും കൂടി തേങ്ങ ഒക്കെ വറുത്തരച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കറി ഇതാണ് കേട്ടോ. പിന്നെ ചോറ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ പണികൾ രാവിലെ ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പണി അത് കഴിയട്ടെ ഇത് കഴിയട്ടെ അങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അടുക്കളയൊക്കെ തുടച്ച് ലാസ്റ്റുള്ള പരിപാടിയാണ് ആ കണലിലിട്ട് ഇങ്ങനെ മീൻ വറക്കൽ കേട്ടോ. പിന്നെ കരിങ്ങാലി വെള്ളമൊക്കെ കുട്ടികളൊക്കെ പോയതിൻ്റെ ശേഷം പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കും. നമുക്ക് വെള്ളം തികയാത്തൊരു സാധനമാണല്ലോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് പിന്നെന്താ പറയുക ഓട്ടട, എളുപ്പമുള്ള കടി. കാരണം എന്താണെന്ന് അറിയാം, നീക്കാൻ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അരിപ്പൊടി എടുത്തുകൊണ്ട് കലക്കിയതാണ്. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. എന്താണ് ഗായ്സ് 3 ഓട്ടട ബാക്കിയുണ്ട് കേട്ടോ. ഓട്ടട കണ്ടോ, അടിപൊളി ഓട്ടടയാണേ കണ്ടോ. പുറം ഭാഗം വല്ലാതെ അങ്ങോട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. എന്താ ഗായ്സ് ഓട്ടടേൻ്റെ പുറം കണ്ടോ, സൂപ്പർ. അപ്പം മക്കളൊക്കെ കഴിച്ചിട്ട് പോയതിൻ്റെ ബാക്കിയാണ്. ഇനി വൈകുന്നേരം വരുമ്പോൾ മോനൂസായാലും അനുവായാലും ഒക്കെ നമ്മൾ ചായക്കടിയാണ് കഴിക്കൽ കേട്ടോ. ബേക്കറി കാര്യങ്ങളൊന്നും ഇവിടെ ഏട്ടൻ അങ്ങനെ കൊണ്ടുവരലില്ല, കുട്ടികൾക്ക് കൊടുക്കാറില്ല. അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് പൂതിയാകുമ്പോഴൊരു മിച്ചറോ അല്ലെങ്കിൽ അങ്ങനെ ചിപ്സ് അങ്ങനെയൊക്കെ കൊണ്ടുവരലുള്ളൂ കേട്ടോ. കഴിച്ച് അങ്ങനെ ചേലായി. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്ന് വെയിലുണ്ട്, കുറഞ്ഞ വെയിലുള്ളൂ. പിന്നെ ഇന്നലെ നല്ല കാറ്റായിരുന്നു കേട്ടോ. നമ്മളെ ഈ ഭാഗത്തേക്കൊക്കെ ഇനി എവിടേക്കൊക്കെ ഉണ്ടായെന്ന് നമുക്കറിയില്ല. പക്ഷെ അടിപൊളി കാറ്റ് പറഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മൾ പേടിച്ച് പോകുന്നതല്ല, അങ്ങനത്തെ ചതി കാറ്റായിരുന്നു. ആരെങ്കിലും ഭാഗത്തേക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതോടുകൂടി നല്ല മഴയും അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ ഇന്നലെ ഫുള്ളായിട്ട് വെയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാത്രിക്കത്തേക്ക് അങ്ങനെ മഴ അങ്ങനെ സെറ്റായി. ഒരുപാട് നേരം കാറ്റടിച്ചു കേട്ടോ, നമ്മളൊക്കെ ആകെ പേടിച്ച് പോയി അറിഞ്ഞില്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പം ഇനി മീൻ ഞാനിതൊന്ന് തിരിച്ചിടട്ടെ കേട്ടോ. ഇന്നിപ്പോൾ വെണ്ടയ്ക്കും തക്കാളിയും കറി മീൻ വറുത്തതുമാണ് കേട്ടോ. മുളക് നല്ല എരുണ്ട് കേട്ടോ. എൻ്റെ കൈയൊന്ന് മൊത്തം ഇട്ടിരിക്കും. ഞാനത് നടുവൊന്ന് കീറി ഇട്ടേക്കാണേ. അപ്പോൾ ഓക്കെ ഗൈസ്.